ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഒന്നും ആയിട്ടല്ല വന്നിട്ടുള്ളത്. നമ്മളൊരു കിച്ചൺ ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ലൊരു പണി കിട്ടി. എൻ്റെ പാത്രമൊക്കെ അടി പിടിച്ചു. അപ്പോൾ ഞാനത് കഴുകാനെടുത്തപ്പോഴാണ് എനിക്കത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നിയത്. അപ്പോൾ നമുക്ക് പലർക്കും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലേ. നമ്മൾ പാത്രമൊക്കെ വെച്ചിട്ട് അടുപ്പത്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത് മറന്നു പോവുകയൊക്കെ ചെയ്ത് നല്ലോണം അടി പിടിക്കൂലേ. അപ്പോൾ ഇത് നല്ലോണം ഇപ്പം എൻ്റെ പാത്രം അടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ അടി പിടിച്ച പാത്രം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അത് ഇതേപോലത്തെ പാത്രം, ഏത് പാത്രം ആയിക്കോട്ടെ, അതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടി പിടിച്ച പാത്രം ഒന്ന് വെറുതെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ സോപ്പ് പൊടി. അത് ഏത് സോപ്പ് പൊടി ആയാലും കുഴപ്പമില്ല, ഇന്ന ബ്രാൻഡിൻ്റെ ഒന്നും വേണമെന്നില്ല. അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടി പിടിച്ചിട്ടുള്ളത് ഏത് വരെയാണോ അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വരാറായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് അടി തട്ടണ വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നില്ല. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് തിളച്ച് പുറത്തേക്ക് പോവും. അപ്പോൾ തിളച്ച് വരുന്നതോട് കൂടി നമ്മളിത് തീ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ കാണാം നമ്മുടെ അടിയിൽ പിടിച്ച അതിൻ്റെ പാടയൊക്കെ, അടി പിടിച്ച കരിയൊക്കെ ഇങ്ങനെ ഇളകി വരുന്നതും പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ സൈഡിലൊക്കെ അടി പിടിച്ച അടിയിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് അതുമ്മ തട്ടണ വിധത്തിൽ തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇതേപോലെ തിളപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ വെള്ളം നമ്മുടെ കിച്ചൺ സിങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളമായ കാരണം നമ്മുടെ ടാപ്പ് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം അടിയിൽ ഇതിൻ്റെ കട്ട പിടിച്ചതൊക്കെ കുറേ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മുടെ ഇളകി പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ നന്നായിട്ട് ഇത് ഇളകി വരും. ഇനി ഞാൻ ഈ അടിയിലുള്ള ഇത് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ ഇതേപോലെ ചുരണ്ടിയിട്ട് ആ കട്ട പിടിച്ചത് ഒക്കെ ഒന്ന് ചുരണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എത്രത്തോണ്ട് അടി പിടിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നമ്മളിത് ചുരണ്ടി എടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ കുറച്ച് നല്ലോണം അടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഈ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട്. ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇത് പരമാവധി ഒന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയ്ക്ക് നമുക്ക് വേസ്റ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് വെറുതെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാൻ പാത്രം ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സ്ക്രബ്ബർ ഇതുപോലത്തെ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വിം ബാറിൻ്റെ സോപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ലിക്വിഡോ പാത്രം കഴുകണ ഏത് ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പോ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് കുറച്ച് എടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇത് തേച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് പാത്രം ഇവിടെ ക്ലീനായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട പിടിച്ചതിൻ്റെ സ്ട്രോങ്ങിനനുസരിച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിത് നന്നായിട്ട് അടി പിടിച്ചതായതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട് ഞാനിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റിന് മേലെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം അടി പിടിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ക്ലീനായിട്ട് കിട്ടും. വല്ലാണ്ട് അടി പിടിച്ചിട്ടുള്ള പാത്രമൊക്കെ ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് സോപ്പ് പൊടിയും വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് കൂടി വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ
അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ ക്ലീനാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു 5 മിനിറ്റിന് മേലെ എടുത്തിട്ടുണ്ട് ഞാനിത് ഒന്ന് സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ നന്നായിട്ടൊന്ന് സ്ട്രോങ് ആയിട്ട് സ്ക്രബ് ചെയ്തിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുത്തത്. എന്നാലും നമ്മുടെ പാത്രം ഇവിടെ അതേപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പാത്രം ഇവിടെ നന്നായിട്ട് ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പടി പിടിച്ചൊരു പാത്രമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. നിങ്ങൾക്ക് എങ്ങാനും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആ പാത്രം ചെയ്ത് നോക്കുക. നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. അപ്പം നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇതേപോലെയൊക്കെ അബദ്ധം പറ്റുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് നമ്മുടെ പാത്രമൊക്കെ പുത്തനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ കിച്ചൺ ടിപ്സ് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.